ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഭാര്യമാരെ ഇത് കേൾപ്പിക്കരുത്, നിങ്ങൾ ഭർത്താക്കന്മാർ മാത്രം, വീട്ടിൽ ഗർഭിണികളായ ഭാര്യമാരുള്ള ഭർത്താക്കന്മാരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ദയവേത് എനിക്കെതിരെ പൊങ്കാല ഇട്ടുകൊണ്ട് വരരുത്. നിങ്ങൾക്കിത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൈകളിലോട്ട് വരും. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസിയിൽ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. അതായത് നിങ്ങളുടെ ഭാര്യമാരെ ഒരു കംഫർട്ട് സോണിൽ നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം ഈ പ്രഗ്നൻസിയിൽ അമ്മമാർക്കുണ്ടാകുന്ന, ഗർഭിണികൾക്കുണ്ടാകുന്ന അതേ ഫീലിങ്സ് ആയിരിക്കും കുഞ്ഞിനും ഉണ്ടാവുക. അത് നമുക്ക് ഡൗട്ടില്ലാത്തൊരു കാര്യമാണ്. അവരിപ്പോൾ ഹാപ്പി ആണെങ്കിൽ കുഞ്ഞും നല്ല എനർജറ്റിക് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. അവരിപ്പോൾ ഭയങ്കര സാഡ് ആണെങ്കിൽ കുഞ്ഞും അതുപോലൊരു ഗ്ലൂമി ആയിരിക്കും, മൂടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ മൈൻഡ് എങ്ങനെയോ അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ. അപ്പം ഒരു സീക്രട്ട് ടിപ്സായത് നിങ്ങൾ ഭർത്താക്കന്മാർക്ക്, അതായത് നിങ്ങളുടെ വൈഫ് എവിടെയാണോ, ഒന്നാമത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ കംഫർട്ടായിട്ടുള്ളത്, ഈവൻ നിൽക്കുന്നത് നിങ്ങളുടെ ഒപ്പമാണോ അല്ലെങ്കിൽ അവ സ്വന്തം വീട്ടിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണോ, എവിടെയാണ് കംഫർട്ടായിട്ടുള്ളത് അവിടെ നിർത്തുക. അവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ മാക്സിമം ഭർത്താക്കന്മാർ കൂടെ വേണമെന്നാണ് ഈ ഒരു സമയത്ത്. ഭാര്യമാർ, ഗർഭിണികൾ അവരുടെ ഭർത്താക്കന്മാരുടെ കെയർ ഒത്തിരി പ്രതീക്ഷിക്കും, ഒത്തിരി അവർ ആഗ്രഹിക്കും. അത് ഹോർമോണിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം, അവർ ഒത്തിരി ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ അവരെ നന്നായി കെയർ ചെയ്യുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. അപ്പോൾ ഞാൻ അവർ നിൽക്കുന്ന സ്ഥലത്തിന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ചിലർക്ക് വേണമെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അത്ര കംഫർട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പം സ്വന്തം വീട്ടിൽ കംഫർട്ടായിരിക്കില്ല. അപ്പോൾ അവരെവിടെയാണ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുക. ഇപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റുക. ഇനി സ്വന്തം വീട്ടിൽ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ എവിടെയാണ് അവർ സന്തോഷവതിയാണെന്ന് തോന്നുന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റുക. ചിലർക്കൊക്കെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, അങ്ങനെ. അപ്പം എൻ്റെ കാര്യത്തിലും എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡായിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കാര്യമായിട്ട് നോക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത് വെച്ചാൽ എൻ്റെ ആ സമയത്ത് ഞാനിവിടെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ അബുദാബിയിലായിരുന്നു, നാട്ടിൽ ഞങ്ങൾ ലീവിന് പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് കൺസീവ് ആണെന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഫ്ലൈറ്റ് ട്രാവൽ വേണ്ട, ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാമെന്ന്. അപ്പോൾ ഞാനവിടെ പോസ്റ്റായി. അപ്പോൾ ഞാൻ ഈ ചാൻ്റെ അടുത്ത് വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പം പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും കാര്യങ്ങൾ നോക്കണമെങ്കിലും ചേട്ടായാണ് ഉള്ളത്, അത് ഹസ്ബൻഡിൻ്റെ ബ്രദർ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചേച്ചിയും ഹസ്ബൻഡിൻ്റെ വൈഫും കൺസീവാണ്. അപ്പം ചേട്ടായിക്കെന്ന് വെച്ചാൽ എന്നെ ഒരു മാസം ഞങ്ങൾ തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസമാണ് ഞാൻ ചേച്ചി. അപ്പോൾ എന്നെ ഒരു മാസം കൊണ്ടുപോകണം, പിറ്റത്തെ മാസം ചേച്ചീനെയും കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ചേട്ടായി ഒരു ഭയങ്കര കൃഷിയോട് ഭയങ്കര ഭ്രാന്തുള്ള കൂട്ടത്തില്ല, ഭയങ്കര താല്പര്യം കൃഷിയിൽ. ഇപ്പോൾ ചേട്ടായിക്ക് ഓഫീസും ഉണ്ട്, അപ്പോൾ ചേട്ടായിക്ക് ഓഫീസിൽ പോകണം, ബാക്കിയുള്ള സമയത്ത് കൃഷി കൊടുക്കണം. ചേട്ടായി ഭയങ്കര തിരക്കാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്, ഞാനൊരു ബുദ്ധിമുട്ടാവരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അല്ലെങ്കിൽ അവരങ്ങ് ചെയ്യട്ടെ, ഉത്തരവാദിത്തമല്ലേ, എങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുകയില്ല. കാരണം വെച്ചാൽ ഞാൻ അവരുടെ മനസ്സിലാക്കി അവർക്ക് എൻ്റെ ബുദ്ധിമുട്ടാവരുത്, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടാവരുത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അവിടെ നിൽക്കില്ല. കാരണം പാവം ചേട്ടായി എന്നെ കൊണ്ടുപോകണം, പിന്നെ അത് കഴിഞ്ഞ് ചേച്ചീനെ കൊണ്ടുപോകണം, പിന്നെ പറമ്പിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എല്ലാം നോക്കട്ടെ. പാവം ചേട്ടായി എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, എനിക്കിങ്ങനെ പാവം ചേട്ടായി എന്നെ ഇങ്ങോട്ടും കൂടെ കഷ്ടപ്പെടും ഞാൻ കാരണം. പിന്നെ ആ സമയത്ത് എനിക്കിങ്ങനെ ആ സമയത്ത് ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ഏമ്പക്കമായിട്ട് വരും. അപ്പോൾ എനിക്ക് എല്ലാ ഭക്ഷണവും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അധികം എരിവ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം എൻ്റേതായ കുറച്ച് ഡയറ്റ് ചാർട്ടും ആ സമയത്ത് എൻ്റേതായിട്ടുള്ള ഡയറ്റ് ചാർട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ സ്പെഷ്യലായിട്ട് ഫുഡ് വേണമെന്നുള്ള അവസ്ഥ. അത് എനിക്ക് മാത്രം എരിവില്ലാത്തത്, വീട്ടിൽ മറ്റുള്ളവർക്ക് എരിവുള്ള അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ എപ്പോഴും പണിക്കാരൊക്കെ ഉള്ള കൂടുതൽ, അപ്പോൾ എല്ലാം തിരക്കല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം വെച്ചാൽ മമ്മിക്കും കഷ്ടപ്പാടാവില്ല, കാരണം എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല. എനിക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊന്നും ചെയ്യത്തുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് കഴിഞ്ഞ് എല്ലാവർക്കും എൻ്റെ ബുദ്ധിമുട്ടാകുമോ, അവർക്ക് അങ്ങനെയല്ല, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ചിന്ത, അതേമേ ഞാൻ ബുദ്ധിമുട്ടാണോ, അവർക്ക് ബുദ്ധിമുട്ടാണോ, ഞാൻ ബുദ്ധിമുട്ടാക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്ത. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, അങ്ങനെ വിഷമമാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി നിന്നോളെ.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ നമ്മുടെ മറ്റുള്ളവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ. കാരണം അവരെത്ര കഷ്ടപ്പെടും ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡും ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ പാരൻസിൻ്റെ അടുത്താണ് പോയി നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു കംഫർട്ടാണ് അവിടെ. പിന്നെ അവിടെ ആകുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയും ചേട്ടായൊക്കെ വരും. അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് അതൊരു ഇതില്ല, ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ അവരുടെ സ്വന്തം, അങ്ങനെ ഇവർ സ്വന്തമല്ലെന്നല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ സ്വന്തം പാരൻസിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് അധികാരത്തോടെ നമുക്ക് പറയാം, അത് വേണം ഇത് വേണം അങ്ങനെ വേണമെങ്കിൽ. പക്ഷെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെ അധികാരത്തോടെ പറയാൻ പറ്റുമോ, അത് വേണം ഇത് വേണമെന്നൊക്കെ. നമ്മളെന്നാലും ഒരു ഇച്ചിരി ലിമിറ്റ് വെക്കില്ല. അതായത് ഭാര്യമാർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താക്കി, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പം പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അവർ വിളിക്കും. അപ്പോൾ അവരും ഇങ്ങനെ ഭയങ്കര കെയർ, ഓരോ തവണ ചെക്കപ്പിന് പോയി വരുമ്പോഴത്തേക്കും അവർ വിളിക്കും, എന്നെ ഇടയ്ക്ക് കാണാനൊക്കെ വരും. എല്ലാവരും ഭയങ്കര കെയറിങ്ങിലാണ് കൊണ്ട് നടന്നത്. അപ്പോൾ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ മാക്സിമം എന്നെ സന്തോഷമാക്കാനാണ് ശ്രമിച്ചത്. കാരണം ഹസ്ബൻഡ് ലീവ് കഴിഞ്ഞപ്പോൾ ലീവ് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ കൂടിയില്ലാത്ത. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗർഭിണികളായിട്ടുള്ള ഭാര്യമാർ ആഗ്രഹിക്കുന്നത് ഭർത്താവ് കൂടെ ഉണ്ടാകണം, അവരുടെ കെയറാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കൂടിയില്ല, ലീവൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ ഇച്ചാൻ എന്തായിരുന്നു അറിയോ, ഇച്ചാൻ എല്ലാ ദിവസവും പലതവണയായിട്ട് വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഹെഡ്സെറ്റിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫോൺ ഡയറക്റ്റ് ഉപയോഗിച്ച് റേഡിയേഷൻ, അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കും. അപ്പോൾ വിളിക്കും, എന്നെ ഇങ്ങനെ മാക്സിമം ഹാപ്പി ആക്കി നിർത്തും. ഞാൻ കൂടെയുണ്ട്, ഒറ്റയ്ക്കാണ് ചിന്ത വേണ്ട. അപ്പം ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരു ലോൺലി ഫീൽ എന്തായാലും വരും. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു, വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി. അപ്പോൾ കുഞ്ഞിന് ഞാൻ ഡ്രസ്സൊക്കെ നേരത്തെ വാങ്ങി വെക്കും ഹോസ്പിറ്റലിൽ ഇടുന്നതൊക്കെ. അപ്പോൾ കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങൽ. അപ്പോൾ ഞാൻ ഇച്ചാനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഓൺലൈനിൽ നിന്നെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത്, ഇത് ഞാൻ ഇത് വാങ്ങട്ടെ. അപ്പം മിച്ചമ്മ വാങ്ങിക്കും. കളറൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഏറ്റവും നല്ലത് നോക്കിയെല്ലാം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ശരിക്കും 9 മാസക്കാലം ഭയങ്കരമായിട്ട് ഇച്ചാൻ എന്നെ ശരിക്കും അങ്ങനെയാണ് സ്നേഹിച്ചത്. അതിനിടയ്ക്ക് എനിക്ക് ഷുഗറൊക്കെ വന്നപ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഇച്ചാൻ പറഞ്ഞത് അത് സാരമില്ല, അത് പൊക്കോളും അതൊന്നുമില്ല, നീ നോർമലായിക്കോളും, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സന്തോഷമായി എനിക്ക്. ആ സമയത്ത് ഇച്ചാൻ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മുമ്പിലുണ്ടാവണേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്, അത്ര സ്നേഹം. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ഇച്ചാൻ തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഡെലിവറിക്ക് വരാൻ പറ്റില്ല, ലീവില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഇച്ചാൻ ഇല്ലല്ലോ, ആളില്ലല്ലോ. കാരണം ഇച്ചാൻ കൂടെ വേണം, ഡെലിവറി സമയത്ത് ഇച്ചാൻ ഉണ്ടാവണം, ഇച്ചാനെ കാണണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ഇതിങ്ങനെ വരാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇരുന്നപ്പോൾ കഴിഞ്ഞപ്പം പോകുന്നതിന് തൊട്ട് തലേന്ന് എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നാളെ അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വന്നുകൊണ്ടിരിക്കുവാന്ന് എന്നോട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവം, നീ എന്താ ചെയ്യണ്ടേ, സന്തോഷമാണോ തുള്ളിച്ചാടണോ എന്താ ചെയ്യേണ്ടത്, എനിക്ക് അത്ര സന്തോഷം. എൻ്റെ ആ ഒരൊറ്റ ഒരു മനസ്സിൽ ആ സമയത്ത് ഇച്ചാനിലുണ്ടായ ആ ഒരു സ്നേഹം, ആ ഒരു ഫീല്, അത് അപ്പാടെ തന്നെ അങ്ങനെയാണ് ഇവന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ 9 മാസം ഇച്ചാൻ അങ്ങനെ കാര്യമായിട്ട് കൊണ്ട് നടന്നതുകൊണ്ട് എനിക്ക് ഇച്ചാനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞില്ല. നേരത്തെ സ്നേഹം കൊണ്ടില്ലെന്നല്ല, പക്ഷേ ആ ഒരു സമയത്ത് എന്നെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടന്നതുകൊണ്ട്, ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്നതുകൊണ്ട് എന്താക്കി, എനിക്ക് ഭയങ്കര ഇരട്ടീൻ്റെ സ്നേഹമായിരുന്നു. ആ സ്നേഹം അപ്പാടെ ഉണ്ടല്ലോ ഇവൻ്റെ അപ്പയോടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കുള്ളൊരു ചെറിയ ടിപ്സ് ആയതെന്നുള്ളത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് എങ്ങനെ നിങ്ങൾ കരുതുന്നോ, അപ്പം നിങ്ങൾ നന്നായി അവരൊരു ശരിക്കും ശ്രദ്ധിച്ച് എന്തെങ്കിലും അങ്ങനെയൊക്കെ കണ്ട് നിങ്ങൾ അവരെ സന്തോഷത്തിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാര്യമാർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പം ആ ഒരു സ്നേഹം നിങ്ങളുടെ കുഞ്ഞിലും വരും. കാരണം അമ്മമാരുടെ ഫീലാണല്ലോ മക്കൾക്കും വരിക, കുഞ്ഞിനും വരും. എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം വെച്ചാൽ എന്താ അറിയോ, ഇവന് ഇച്ചാനെ അറിയത്ത് പോലുമില്ല. ഉണ്ടായി ഇച്ചാൻ കണ്ടിട്ട് പോയതാണ്. പിന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചാൻ വരുന്നത്. എന്നിട്ട് പോലും ഉണ്ടല്ലോ ഇച്ചാനെ കണ്ടിട്ട് ഒരു അപരിചിതത്തെ ഇവനില്ല, അപ്പാടെ ചാടിപ്പോയി. വേറെ ആരെ കണ്ടത് സംശയിച്ച് നിൽക്കുന്നവൻ ഇച്ചാനെ കണ്ടപ്പോൾ ഒരു ഇതുമില്ല, അങ്ങ് ചാടിപ്പോയി. പിന്നെ അവൻ എന്നെ വേണ്ട, ഇച്ചാനെ കണ്ടാൽ എന്നെ വേണ്ട. ഇപ്പോഴാണെങ്കിൽ കൂടെ മക്കളെ അമ്മമാരെ കെട്ടിപ്പിടിച്ചല്ലേ കിടക്കുന്നത്, എൻ്റെ കുഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചല്ല കിടക്കുന്നത്. അവൻ്റെ അപ്പേനെ മതി. ഫുൾ ടൈം അപ്പ എന്നുള്ള ചിന്ത മാത്രമേ അവനുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഇച്ചാനോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഈ ഒരു സമയത്ത് നന്നായി കൊണ്ട് നടക്കുക. അവർ പ്രതീക്ഷിക്കാണ്ട്, അവർ ആവശ്യപ്പെടാണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയ സ്വർണ്ണവും അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ. ചെറിയ ഫ്ലവർ ആണെങ്കിലും, അല്ല അവരെ കൊണ്ട് നിങ്ങൾ ജോലി തിരക്ക് കഴിഞ്ഞ് വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ കൊണ്ട് ചെറുതൊക്കെ പുറത്തോട്ട് ഇറങ്ങുക, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. അവരുടെ കൂട്ടത്തിൽ കുറച്ച് പറ്റുന്നത്രയും സമയം ചെലവഴിച്ച് നിങ്ങൾ ആ ഒരു പ്രഗ്നൻസി കാലഘട്ടം ഏറ്റവും മനോഹരമാക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്കാണ് കിട്ടുന്നത്. അത് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര എന്താ പറയുക, നിങ്ങൾ ചർച്ചിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ പോകാൻ പറ്റുന്നതോട് നിങ്ങൾ ഒന്നിച്ച് പോവുക. കുഞ്ഞിനെ പറ്റി ആ പ്രഗ്നൻസി കാലഘട്ടം വരാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, ഇങ്ങോട്ട് വരൂ പൊന്നുണ്ണി എന്നുള്ള ലെവലിൽ നിങ്ങൾ മാക്സിമം കുഞ്ഞിനെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പം ഭർത്താക്കന്മാർ കൂടെ നിൽക്കാൻ പറ്റാത്തവരുണ്ടാവും, കുഴപ്പമില്ല, ഫോണിൽ സംസാരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ കുഞ്ഞിന് കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളുമായിട്ടൊരു അടുപ്പം കുഞ്ഞിന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളോട് ഒരു അപരിചിതത്വം ഉണ്ടാവില്ല, നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എനിക്ക് ഞാൻ അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഭാര്യനെ സ്നേഹവാക്കുകൾ കൊണ്ട് പറഞ്ഞ് സ്നേഹിക്കുന്നത് കേട്ട് നിങ്ങളുടെ കുഞ്ഞ് ജനിക്കട്ടെ, അത് അറിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് ജനിക്കട്ടെ, അത് കണ്ട് നിങ്ങളുടെ കുഞ്ഞ് വളരട്ടെ. ഒരു കുഞ്ഞ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും കുഞ്ഞിന് നിങ്ങളുള്ള അപ്രോച്ച്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാര്യനെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കംഫർട്ടാക്കി വെക്കുക. അവർ മിസ്റ്റേക്കൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു സമയത്ത് ക്ഷമിക്കുക. അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അതിനെ സോൾവ് ചെയ്ത് വിടുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കേട് മൊത്തം നിങ്ങൾ ഡെലിവറി കഴിയുമ്പോൾ തീർത്തോ, കുഴപ്പമില്ല, പക്ഷേ അത് കുഞ്ഞിന് മുമ്പേ ചാവരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഈ പ്രഗ്നൻസി കാലഘട്ടം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല നിങ്ങൾ കരുതുന്നത്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്കാണ് മെയിൻ ഉത്തരവാദിത്തം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. ദയവ് ചെയ്ത് പൊങ്കാല ഇടരുത് കേട്ടോ.